ഈ ഒരു ടേബിൾ മാറ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കോട്ടൺ യാണാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ പറയുന്നത് കണക്ക് തന്നെ കോട്ടൺ യാണാണ് ഈ ഒരു ടേബിൾ മാറ്റ് ചെയ്യാനായിട്ട് നല്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള അക്രലിക് യാൻസും ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ 2 കളേഴ്സാണ് നമ്മൾ ഈ ടേബിൾ മാറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. 3.5 mm ഹുക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും അക്രലിക് ക്യാൻസ് ആണ്. സ്ലിപ്പ് നോട്ട്, ഞാൻ ടൈറ്റ് ചെയ്യാം. ഇത് സ്ലിപ്പ് നോട്ട് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയിൻ 8 ചെയ്തിട്ട് അതിനുള്ളിൽ ചെയ്താൽ മതിയാവും. ചെയിൻ 1 2 3 സർക്കിളിനുള്ളിൽ 1 DC 2 3 4 5 22 23 DC. ഇതൊന്ന് ചേർക്കാം. തേർഡ് ചെയിനിൽ 1 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. total 24 DC. next round 2 chain 1 2 3 next chain DC, chain 1 2 3 skip 1 chain next DC, next chain DC, chain 1 2 3 skip 1 chain next DC, next chain DC. ഇതേ ഒരു രീതിയിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഈ റൗണ്ട് ഇവിടെ ലാസ്റ്റാണ്. സ്കിപ്പ് 1 ചെയിൻ നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1 2 3 സ്കിപ്പ് 1 ചെയിൻ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ 2 DCയുടെ 1 2 3 4 5 6 7 8 സെറ്റാണുള്ളത്. റൗണ്ട് 3 ചെയിൻ 1 2 3 നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 2 നെക്സ്റ്റ് ഈ 3 ചെയിനിൽ ഉള്ളിൽ 1 DC, ചെയിൻ 1 2 ഈ ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ 1 more DC, ചെയിൻ 1 2 3 ചെയിൻ്റെ സ്പേസിൽ 1 DC, ചെയിൻ 2 നെക്സ്റ്റിൽ ഈ 2 DCയുടെ മുകളിൽ DC. ഇങ്ങനെയാണ് നമ്മുടെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 2 3 ചെയിൻ്റെ സ്പേസിൽ DC 2 ചെയിൻ
1 2 3 third chainൽ slip stitch. Round 4 chain 1, next chainൽ single crochet, next the 2 chained spaceൽ 2 single crochet, 1 2, next chainൽ single crochet, ഈ 2 chained spaceൽ 2 single crochet, next single crochet, ഇതേപോലെ എല്ലാത്തിലും സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് വരാം. ഈ റൗണ്ടിവിടെ ലാസ്റ്റ് ഇതിനുള്ളിൽ 2 സിംഗിൾ ക്രോഷയാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് ഫസ്റ്റ് നമ്മളിവിടെ ചെയ്ത ചെയിനിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് നെക്സ്റ്റ് റൗണ്ട് 5 ചെയിൻ 1 2 3, നെക്സ്റ്റ് ചെയിനിൽ 1 DC, ചെയിൻ 1 2 3, സ്കിപ്പ് 2 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ 1 DC, സെയിം ചെയിനിൽ തന്നെ സെക്കൻഡ് DC, ചെയിൻ 1 2 3. ഈ ഒരു DCയുടെ മുകളിലായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്കിപ്പ് 2 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1 2 3, സ്കിപ്പ് 2 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ 2 DC, ഈ ഒരു ഇതിന് മുകളിലായിട്ടാണ് വന്നേക്കുന്നത് DCകളൊക്കെ. ഈ 1 DCയുടെ മുകളിൽ നമ്മൾ 2 DC ചെയ്യും. ബാക്കി എല്ലാത്തിലും ഈ 2 DCയുടെ മുകളിൽ 2 DC തന്നെ, നെക്സ്റ്റ് 1 DCയുടെ മുകളിൽ 2 DC. ഇതേപോലെ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ചെയിൻ 1 2 3, സ്കിപ്പ് 2 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ 2 DC, chain 1 2 3, 1 2 3, third chainൽ slip stitch, chain 1 2 3, same space തന്നെ 1 DC, next chainൽ DC, chain 1 2 3, ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ 1 DC, സെയിം സ്പേസിൽ തന്നെ സെയിം സ്പേസിൽ 1 DC, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1 2 3, skip these 3 chains, next ചെയിനിൽ 1 DC, സെയിം സ്പേസിൽ തന്നെ 1 more DC, നെക്സ്റ്റ് ചെയിനിൽ DC. ഇതേപോലെ ഈ റൗണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ചെയിൻ 1 2 3, ഫസ്റ്റ് DCയിൽ 2 DC, ഫസ്റ്റ് ചെയിനിൽ 2 DC, ഈ റൗണ്ട് ലാസ്റ്റ് ചെയിൻ 1 2 3, 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. റൗണ്ട് 7 ചെയിൻ 1 2 3, സെയിം സ്പേസിൽ 1 DC,
നെക്സ്റ്റ് ചെയിനിൽ നെക്സ്റ്റ് ഡി സി, നെക്സ്റ്റ് ചെയിനിൽ 2 ഡി സി, ചെയിൻ 1 2, ഈ ഫസ്റ്റ് ചെയിനിൽ 2 ഡി സി, നെക്സ്റ്റ് ചെയിനിൽ 1 ഡി സി, നെക്സ്റ്റ് ചെയിനിൽ 2 ഡി സി, 1 ഡി സി, സെക്കൻഡ് ഡി സി, 1 2 3 4 5 ഡി സി ആണ് നമ്മൾ ഈ ഒരു സെറ്റ് ചെയ്യുന്ന. ചെയിൻ 2, അഗെയിൻ 2 ഡി സി, അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. റൗണ്ട് ഇവിടെ ലാസ്റ്റ് ചെയിൻ 1 2, ഫസ്റ്റ് ഡി സിയുടെ സ്പേസിൽ 1 ഡി സി, സെയിം സ്പേസിൽ സെക്കൻഡ് ഡി സി, നെക്സ്റ്റിൽ 1 ഡി സി, ചെയിൻ 1 2 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ചെയിൻ 1 2 3, റൗണ്ട് 8, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, ചെയിൻ 1, എല്ലാ ചെയിനിലും 1 ഡി സി വീതം, 1 ഡി സി, നെക്സ്റ്റ് ചെയിനിൽ സെക്കൻഡ് ഡി സി, തേർഡ് വൺ, ഫോർത്ത് വൺ, ഫിഫ്ത്ത് വൺ, ചെയിൻ 1. ഇതേ രീതിയിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇതിവിടെ ലാസ്റ്റാണ് ഈ റൗണ്ട്. ചെയിൻ 1 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, റൗണ്ട് 9, ചെയിൻ 1 2 3, സെയിം സ്പേസിൽ ഡി സി, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, നെക്സ്റ്റ് ചെയിനിൽ ഡി സി, സെയിം ചെയിനിൽ തന്നെ ഡി സി, ചെയിൻ 1 സ്കിപ്പ് 1 ചെയിൻ, നെക്സ്റ്റ് ചെയിനിൽ 2 ഡി സി, ഡി സി, നെക്സ്റ്റിൽ ഡി സി, ഡി സി, ഈ ചെയിനിൽ 2 ഡി സി, ചെയിൻ 1 സ്കിപ്പ് 1 ചെയിൻ. അതേപോലെ റൗണ്ട് ഫുള്ളും ചെയ്യുക. അപ്പം 2 3 4 5 6 7 ഡി സി ആണ് ഓരോ ഇതിലും വരുന്നത്. ഫുള്ളും ചെയ്തിട്ട് വരാം. ചെയിൻ 1 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, റൗണ്ട് 10, ചെയിൻ 1 2 3, എല്ലാ ചെയിനിലും ഡി സി,
ഈ 1 ചെയിൻ്റെ സ്പേസിലും DC. ഇത് 3 ചെയിൻ ഒരു DC ആയിട്ട് കണക്കാക്കുന്നത്. 1 2 3 4 5 6 7 8 DC ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ ഫുള്ളും എല്ലാത്തിലും DC ചെയ്തിട്ട് വരാം. ഇവിടെ ലാസ്റ്റ് എല്ലാ ചെയിനിലും DC. ലാസ്റ്റ് DC 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ചെയിൻ 1 നമ്മൾ ഈ റൗണ്ടിന് ശേഷം കളർ ചേഞ്ച് ചെയ്യുവാണ്. റൗണ്ട് 11 ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ ഈ ചെയിനിൽ ഒരു ഈ ചെയിനിൽ DC ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ചേഞ്ച് ചെയ്യാം. വീണ്ടും ഒരു ചെയിൻ സെയിം സ്പേസിൽ തന്നെ 1 more DC. ഈ ചെയിൻ DC ആയിട്ടാണ് കണക്കാക്കുന്നത്. ചെയിൻ 1 2 3 1 2 3 4. ഈ 4th ചെയിനിൽ 2 DC. ഈ ചെയിൻ ഇങ്ങോട്ട് ചേർത്ത് വെക്കാം. 1 DC, സെക്കൻഡ് DC. ചെയിൻ 1 2 3 ഈ സ്പേസിൽ, അതായത് 1 2 3 സ്കിപ്പ് 3 ചെയിൻ. നെക്സ്റ്റ് ചെയിനിൽ 2 DC. സെക്കൻഡ് DC. ചെയിൻ 1 2 3 skip 3 chain. next chainൽ 2 DC. ഇതേപോലെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. നെക്സ്റ്റ് റൗണ്ട് 12 ചെയിൻ 1 2 3 നെക്സ്റ്റ് ചെയിനിൽ DC. ചെയിൻ 1 2 ഈ സ്പേസിൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് സിംഗിൾ ക്രോഷേ. ചെയിനിൽ സിംഗിൾ ക്രോഷേ, അതായത് ഈ DCയുടെ ടോപ്പിൽ. നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ. ഈ 3 ചെയിനിൽ 3 സിംഗിൾ ക്രോഷേ. 1 2 3. ചെയിൻ 1 2 ഇതിൽ DC. 1 DC, സെക്കൻഡ് DC. ചെയിൻ 1 2 ഈ സ്പേസിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 സിംഗിൾ ക്രോഷേ. നെക്സ്റ്റ് ഈ 2 DCയുടെ സ്പേസിൽ 2 സിംഗിൾ ക്രോഷേസ്. 1 2. നെക്സ്റ്റ് ഈ സ്പേസിൽ 3 സിംഗിൾ ക്രോഷേസ്. ടു ചെയിൻ. ഈ സ്പേസിൽ 1 DC,
നെക്സ്റ്റ് സ്പേസിൽ സെക്കൻഡ് DC. ഇതേപോലെ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എയ്റ്റ് സിംഗിൾ ക്രോഷേ, ചെയിൻ 1 2, ഈ 1 2 3 തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റൗണ്ട് ഇവിടെ കഴിഞ്ഞു. റൗണ്ട് 13, ചെയിൻ 1 2 3, സെയിം സ്പേസിൽ തന്നെ DC. നെക്സ്റ്റ് ചെയിനിൽ 2 DC, 1 2. ടു ചെയിൻ. നമുക്ക് ഈ ചെയിൻ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് വൺ, fourth one, fifth, sixth. 6 single crochet, chain 1 2, DC ൽ 2 DC, 1 2, next chain ൽ 2 DC, total 4 DC, 1 2. ഈ റൗണ്ടിൽ നമ്മൾ 8 സിംഗിൾ ക്രോഷേ ആണ് ചെയ്ത്. നെക്സ്റ്റ് വന്നപ്പം അത് 6 ആയി. 1 2 3 4 5 6 ആയി. അത് ഡിക്രീസ് ചെയ്തു. ഇവിടെ ഇപ്പം 6 സിംഗിൾ ക്രോഷേ ആണ് ചെയ്തേക്കണേ. അതേപോലെ ഈ റൗണ്ട് ഫുള്ള് കണ്ടിന്യൂ ചെയ്യാം. ചെയിൻ 1 2, ലാസ്റ്റ് ചെയിൻ 2, സ്കിപ്പ് ദിസ് ചെയിൻ. നെക്സ്റ്റിൽ സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സിംഗിൾ ക്രോഷേ, തേർഡ് വൺ, ഫോർത്ത്, ഫിഫ്ത്ത് വൺ, ലാസ്റ്റ് സിംഗിൾ ക്രോഷേ, സിക്സ്ത് വൺ, ചെയിൻ 2, 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, chain 1, round 14, chain 1 2 3, next chain DC, chain 1 2, next chain DC, next chain DC, chain 1 2, skip this 3 chain, 1 2 3, next chain 1 single crochet, second single crochet, third one, fourth one, 4 single crochet, chain 2, skip 1 2 3 chain, next chain DC, next chain DC, chain 1 2, next chain DC, next chain DC. ഇതേ രീതിയിൽ നമുക്ക് ഇത് ഫുള്ളും ചെയ്തിട്ട് വരാം. സിംഗിൾ ക്രോഷേ, ചെയിൻ 2, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്, റൗണ്ട് 15, ചെയിൻ 1 2 3, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 1 2, ഈ 2 ചെയിൻ്റെ സ്പേസിൽ 1 DC, 2 chain,
സെയിം സ്പേസിൽ 1 DC, 2 ചെയിൻ. നെക്സ്റ്റ് ഈ DCയിൽ 1 DC, നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ DC. ചെയിൻ 1 2, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ചെയിൻ 2, skip these 3 chains, this chain, single crochet, next chain, single crochet, 2 single crochets. Chain 1 2, skip these 3 chains. ഈ DCയിൽ DC, നെക്സ്റ്റ് ചെയിനിൽ DC, ചെയിൻ 2 ചെയിൻസ് പോർഷനിൽ നേരത്തെ ചെയ്ത കണക്ക് തന്നെ 1 DC, 2 ചെയിൻ, 1 DC, 2 ചെയിൻ, DC, നെക്സ്റ്റ് ചെയിനിൽ DC, നെക്സ്റ്റ് ചെയിനിൽ DC. നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തിട്ട് വരാം. 1 2 3, തേർഡ് ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ, നെക്സ്റ്റ് ചെയിനിൽ സിംഗിൾ ക്രോഷേ. ചെയിൻ 1 2, 1 2 3, തേർഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഈ റൗണ്ട് ഇവിടെ കഴിഞ്ഞു. ഇതിവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഞാൻ കട്ട് ചെയ്യാം. ചെയിൻ 1, ഇതാണ് ബാക്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഈ ഒരു ടേബിൾ മാറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.